ഹലോ അസ്സലാമു അലൈക്കും മക്കളെ, നമ്മൾ പുതിയ വീട്ടിലേക്കും സ്വാഗതം. മാഷാ അല്ലാ. അപ്പോൾ ഒന്ന് റാഷിൻ്റെ വീട്ടിൽ പോകട്ടോ. എന്തായാലും ഇൻഷാ അല്ലാ പോയോക്കട്ടെ. കുറേ ദിവസമായി അവളെ കുട്ടീനെ കണ്ടിട്ട് എന്തായാലും പോയ കടന്ന് തീർച്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാം. ഇപ്പോൾ മക്കളെ നമ്മളെത്തട്ടോ സാധനങ്ങൾ മേടിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ്. എന്തായാലും ഇതെത്ര 1 കിലോനോ? ഇത് ഒന്ന് എത്ര കിലോ ഉണ്ടാവും? 1.5 കിലോ ആന മതി. ഓളെ വീട്ടിൽ എന്തെങ്കിലും പോലെ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടാണ് വിചാരിച്ച്. അപ്പം എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കുന്നംകുളത്തിരിഞ്ഞ് നേരെ നാട്ടിൽ പോകണം. മോളവിടെ മേടിച്ചാണ്. അപ്പം എന്തായാലും കുട്ടിനെ കാണാൻ പൂജയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും പോട്ടെ. അല്ല പടച്ചോനേ മോളേ, അല്ല ഇതാ വരുന്നുണ്ട് കാത്ത് കേട്ടോ. എമീ തക്കുടു ചാടറൊക്കെ കേട്ടോ. തക്കുടു വാ വാ ഉണ്ട് വാ എമി മോള്. എൻ്റെ ഓരോ രീതിക്ക് മാറിക്കണം. കുട്ടിയേ എന്തുണ്ടായാലും വായ തുറന്നോളൂ. എത്ര ഈസായി പറഞ്ഞ കണ്ടിട്ട് പോണ്ടേ? പോവാ പോവാ ഇങ്ങനെ മക്കളെ വീട്ടിലേക്ക് എത്തിട്ടോ. കുട്ടിയെ അങ്ങനെ മക്കളെ കുട്ടീനെ കുറേ കൺഫ്യൂഷൻ കണ്ടിട്ടോ. എത്ര മച്ചാൻ മജുണ്ട് കുട്ടീന്. ചോക്ക് മക്കളെ ഞങ്ങളുടെ എമ്മിമോടെ കണ്ട് എമ്മിമോടത്ത് എത്തിയിട്ടുണ്ട്. ചോറെടുക്കട്ടെ കറക്കണം. ചോറെടുക്കട്ടെ. കറക്കാം. അത് ഇഷ്ടട്ടോ എമ്മിമോൾക്ക്. നാളെ കെടുത്തല്ല കറക്ക്. ആദ്യം റോഡില് കടന്നിരുന്ന പിടിച്ചു കെടുത്തുക. ഇല്ലല്ല പറയണ്ട. നിങ്ങൾക്ക് കുറച്ച് കളിക്കാരൊക്കെ ഉണ്ട്. ഫുട്ബോൾ കളിക്കണ്ടേ? നിക്കോ ഇല്ല കാല് ബലം വെക്കണേ. നടക്കണേ അന്ന് നടത്തിക്കണ്ടാണ്. വളർന്നു കൊണ്ടിട്ടല്ലോ നീന്തോ. വളർന്നു കൊണ്ടിട്ട് നീന്തോ. വളർന്നു കൊണ്ടിട്ട് നീന്തോ. മക്കളെ നേർച്ച കേട്ടോ. ഓളെ നാട്ടിൽ നേർച്ചയാണ്. വന്ന് കേട്ടോ. കുട്ടി നല്ല ഉറക്കം. ഇവിടെ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. തിരക്ക് ഇപ്പോഴല്ല, നൈറ്റ് എന്നാ പറഞ്ഞു. പക്ഷെ പലയിടത്തും 10 മണി വരെ, ഇവിടെ 12 മണി വരെ ഉണ്ടല്ലേ. ഓ കയറി. ഞങ്ങളുടെ നാട്ടിൽ 10 മണി വരെ ഉള്ളൂ. 10 മണിക്ക് ക്ലോസ് ചെയ്യണം നമ്മുടെ. ഫുള്ള് അതിനകത്ത് തിരക്കും ബ്ലോക്കും കാര്യമൊക്കെ തുടങ്ങി മക്കളെ. ചെരുപ്പോ ആയിരിക്കാം. ഓക്കെ ഓക്കെ വാ. എടുത്തു തരില്ല കേട്ടോ. ചെരുപ്പ് എടുത്തു തരില്ലേ? ചെരുപ്പ് എടുത്തു തരൂല. വാ നോക്കമാണെങ്കിൽ ണ്ടോ ഷോപ്പിലേക്ക് വന്നു കേട്ടോ. മക്കളെ ഞങ്ങൾ അങ്ങനെ വെള്ളം കുടിക്കാൻ കയറി. എന്തായാലും ഓള് ബൂസ്റ്റൂരിക്ക് പറഞ്ഞു കേട്ടോ.
ചൂലിയുടെ പവർ കേട്ടോ. റാഷിദാൻ്റെ അപ്പം മക്കളെ അങ്ങനെ നേർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻഷാല്ലാ എന്തായാലും നേർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈബായിട്ടില്ലേ പൊക്കാനയും കാര്യങ്ങളും അതിനെങ്ങനെ നേർച്ചയൊക്കെ രാത്രി പോയപ്പോ ഞാൻ ഇല്ല എങ്ങോട്ടും ഇല്ലാണ്ട് ഒരു മൂടിനകത്ത് പോയവർക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങള് തുമ്പണ്ട ഓള് തുമ്പിടി കളിക്കാം. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ മക്കളെ അപ്പൊ നേർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തായാലും വീട്ടിൽ പോലെ അടുത്ത വീഡിയോ കാണുന്നതിനേക്കും. അസ്സലാമു അലൈക്കും.